ഓച്ചിറക്കളി പരിശീലിപ്പിക്കാൻ ഓച്ചിറ ക്ഷേത്രത്തിൽ ഇനി സ്ഥിരം സംഘം. കളിയാശാന്മാർ, കളിസംഘങ്ങൾ, കളരി ഗുരുക്കന്മാർ തുടങ്ങിയവരുടെ യോഗത്തിലാണ് തീരുമാനം. ഓച്ചിറക്കളിയുടെ പ്രതാപം വീണ്ടെടുക്കാൻ കർമ്മപരിപാടികളും ആസൂത്രണം ചെയ്യും. ഓച്ചിറക്കളിയുടെ പ്രതാപം വീണ്ടെടുക്കാൻ കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഓച്ചിറക്കളിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കളിയാശാന്മാർ, കളിസംഘങ്ങൾ, കളരി ഗുരുക്കന്മാർ തുടങ്ങിയവരുടെ യോഗത്തിൽ തീരുമാനമെടുത്തു. ഓച്ചിറ ക്ഷേത്രത്തിന്റെ പരിധിയിൽ കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട 52 കരകളിലെയും കളരികൾ സജ്ജമാക്കും. കളിയാശാന്മാർക്കുള്ള പാരിതോഷികം വർദ്ധിപ്പിക്കും. ഓച്ചിറ ക്ഷേത്രത്തിൽ മുതിർന്ന കളിയാശാന്മാരുടെ നേതൃത്വത്തിൽ കളി സംഘം രൂപീകരിക്കും. താല്പര്യമുള്ള വിശ്വാസികൾക്ക് ഇവിടെ ഓച്ചിറ കളി പരിശീലിക്കാൻ സൗകര്യമൊരുക്കും. കേരള ഫോക്ലോർ അക്കാദമിയിൽ അഫിലിയേഷൻ നേടാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഓച്ചിറക്കളിയുമായി ബന്ധപ്പെട്ട ഘോഷയാത്ര കൂടുതൽ വർണ്ണാഭമാക്കും. കരക്കളി കൂടുതൽ ശക്തമായി നടത്താനുള്ള നടപടി സ്വീകരിക്കും. കരകളിലെ പ്രധാന സ്ഥലങ്ങളിൽ പ്രദർശന കളരികൾ നടത്താൻ ആവശ്യമായ സാഹചര്യം ഒരുക്കാനും യോഗം തീരുമാനിച്ചു. മുതിർന്ന കളരി ഗുരുക്കന്മാരായ ഭാസ്കരനും ത്യാഗരാജനും ചേർന്നാണ് യോഗം ഉദ്ഘാടനം ചെയ്തത്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാജീവ് കടകംപള്ളിൽ അധ്യക്ഷത വഹിച്ചു. ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇനിയും കളി ആശാന്മാരുടെയും കളി സംഘങ്ങളുടെയും വിപുലമായ യോഗങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ വിളിച്ചു ചേർക്കുന്നതാണ്. ക്ഷേത്രഭരണ സമിതി, പ്രവർത്തക സമിതിയും പൊതുഭരണ സമിതിയും വിളിച്ചു ചേർക്കുന്നതിന് മുമ്പാണ് കളി ആശാന്മാരുടെ ഇങ്ങനെയൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ക്ഷേത്രഭരണ സമിതി അംഗങ്ങളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടി അഭിപ്രായം കേട്ടതിന് ശേഷം പ്രവർത്തക സമിതിയും കാര്യനിർവഹണ സമിതിയുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓച്ചിറ 8 കണ്ടത്തിലിറങ്ങി പടവെട്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എന്നേക്കാൾ ഈ കളിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന, പുതിയ പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ തരത്തിലേക്ക് കടക്കുന്നില്ല. സെക്രട്ടറി BS വിനോദ് ആമുഖ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് RD പത്മകുമാർ, ട്രഷറർ സാഗർ മക്കാടം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മോഹൻ, കാര്യനിർവഹണ സമിതി അംഗങ്ങളായ N രവി, PK വിക്രമൻ, CR കുസുമൻ, പ്രതാപൻ, കളിയാശാന്മാർ, കളരി ഗുരുക്കന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജൂൺ 15, 16 തീയതികളിലാണ് ഓച്ചിറക്കളി പടനിലത്ത് നടക്കുന്നത്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര ഭരണസമിതി നടപ്പാക്കുന്ന മംഗല്യ പദ്ധതിയുടെ ഭാഗമായി അർഹരായ 2 യുവതികൾക്ക് വിവാഹ ധനസഹായമായി 2 ലക്ഷം രൂപ വീതം നൽകാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.